70 ആണ്ടത്തെ കേരളത്തിന്റെ ചരിത്രമെങ്കിൽ യുവതയുടെ നീറുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമര പോരാട്ടത്തിൽ സധൈര്യം മുന്നോട്ടു പോകുന്ന കരുത്തിന്റെ പ്രതീകമാണ് താമര അങ്കിത ഹരിതകാവി പതാക പിടിക്കുന്ന ഭാരതീയ ജനതാ യുവമോർച്ച എന്ന് ഇന്നിതാ അനന്തപുരി നിവാസികൾക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ച് ബോധ്യപ്പെടുത്താൻ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സമര പോരാളികൾക്ക് സാധിച്ചിരിക്കുകയാണ്. ഈ സമരയുടെ നമ്മൾ സംഘടിപ്പിക്കുന്നത് നേരത്തെ ശ്രീ ബി ഗോപകുമാർ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും വിധത്തിലുള്ള അട്ടിമറിക്ക് വേണ്ടിയല്ല. ഈ ഭാരതത്തിന്റെ ഭരണഘടനയെയോ ഭാരതത്തിന്റെ ഏതെങ്കിലും ഭരണകൂടത്തെയോ ജനാധിപത്യ സംവിധാനത്തെയോ അട്ടിമറിക്കാൻ വേണ്ടി ഈ രാജ്യത്ത് കുറച്ചു നാളുകളായിട്ട് നടന്നു വരുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടല്ല ഇന്ന് ഭാരതീയ ജനതാ യുവമോർച്ച ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നു. നിരവധി വരുന്ന യുവമോർച്ചയുടെ പ്രവർത്തകർ വി.ഡി. സതീശന്റെ പോലീസിന്റെ ഇത്തരത്തിലുള്ള താണ്ഡവത്തിൽ പരിക്കേറ്റുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തകരെ പലരെയും ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രവർത്തകരെ മർദ്ദിച്ചൊതുക്കിയും കാരാഗ്രഹത്തിലടച്ചും അതോടൊപ്പം തന്നെ ആക്രമിച്ചും തകർക്കാൻ സാധിക്കുന്നതല്ല ഭാരതീയ ജനതാ യുവമോർച്ച ഉയർത്തുന്ന സമര പോരാട്ടമെന്ന് വി.ഡി. സതീശനെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറാവുകയാണ്. ഈ സമരം ആരെങ്കിലും അട്ടിമറിക്കാനുള്ള സമരമല്ല. ഞങ്ങൾ ഇവിടെ ഉയർത്തുന്ന സമരം എന്ന് പറയുന്നത് ഇവിടുത്തെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള സമരമാണ്. PSC എന്ന് പറയുന്നത് ഇന്നൊരു വെള്ളാന സംവിധാനമായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. ആ PSCയിൽ അംഗങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മാസം ശമ്പളം വാങ്ങി 22 പേർ വാണരുളുകയാണ് PSCക്കകത്ത്. ആ PSCക്കകത്ത് വാണരുളുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ ഇന്ന് ഇവിടുത്തെ യുവാക്കളുടെ വഞ്ചകന്മാരായിട്ട് മാറിക്കഴിഞ്ഞിരിക്കും. കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസുകാരായാലും PSC എന്ന് പറയുന്നത് ഇതുപോലെ വെട്ടിത്തിന്നാനും അതോടൊപ്പം തന്നെ അധമ ചിന്തകൾ നടത്താനും പറ്റുന്ന ഒരു കേന്ദ്രമായിട്ട് അധപ്പതിച്ചിരിക്കുന്നു. ഇവിടുത്തെ യുവാക്കൾ ഇന്ന് മുട്ടിനിഴയുന്ന അവസ്ഥയാണ്. ഇവിടുത്തെ യുവാക്കൾ ഇന്ന് മണ്ണു തിന്നുന്ന അവസ്ഥയാണ്. ഇങ്ങനെ യുവാക്കളെ മുട്ടിനിഴയിക്കുകയും മണ്ണു ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനത്തിനെതിരായി നടപടി വേണമെന്നാണ് യുവമോർച്ച ആവശ്യപ്പെടുന്നത്. അങ്ങ് പ്രധാനമന്ത്രിയുടെ അതീവ സുരക്ഷാ സംവിധാനമുള്ള പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതകൾ മറന്നുകൊണ്ട് മിസ്റ്റർ വി.ഡി. സതീശൻ നിങ്ങൾ സമരത്തിന് പോയി. അവിടെ ചെന്ന് നിങ്ങൾ കുത്തിയിരുന്ന് പ്രധാനമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. ഈ രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന വിഘടനവാദ വിധ്വംസക ശക്തികളോടൊപ്പം ചേർന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ മുദ്രാവാക്യം വിളിച്ചത് ഭരണഘടനാപരമായിട്ടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കാതെ ഈ രാജ്യത്തിന്റെ ഭരണഘടനയോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഈ പ്രബുദ്ധ കേരളം കാണുന്നത്. അങ്ങനെ അവിടെ ചെന്ന് വെല്ലുവിളിച്ച വി.ഡി. സതീശ, അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അവിടെ ചെന്ന് മുദ്രാവാക്യം വിളിച്ചത്? നീറ്റിന്റെ പേരിലല്ലേ? നീറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് സംഭവിച്ച ഒരു ദുരന്തമാണ് എന്ന് ആദ്യം പറഞ്ഞതാരാ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് പറഞ്ഞത്. നീറ്റ് ചോർച്ച എന്ന് പറയുന്നത് ഈ നാട്ടിൽ സംഭവിച്ച ഒരു ദുരന്തമാണ്. അതിന് ഉത്തരവാദികളായിട്ടുള്ളവർ കൽത്തുറുങ്കിലാണ്. ആ നീറ്റ് പരീക്ഷ ചോർത്തിയ മുഴുവൻ പ്രതികളെയും അകത്താക്കി കൽത്തുറുങ്കിലാക്കിയിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു, 1 വർഷത്തിനുള്ളിൽ ഈ നീറ്റ് ചോർച്ചയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ളവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചുകൊണ്ട് നരേന്ദ്രമോദി ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഒരു കുഞ്ഞിന്റെയും ഒരു വിദ്യാർത്ഥിയുടെയും ഭാവിയെ ചോദ്യം ചെയ്യാൻ അവന് പ്രതിസന്ധി ഉണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന ഉജ്ജ്വലമായ സന്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്.